പണം സേവ് ചെയ്താൽ മാത്രം നമുക്ക് സമ്പന്നരാകാൻ പറ്റുമോ? നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല. സേവിങ്സിനും അപ്പുറം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എല്ലാ മാസവും നമ്മൾ കഷ്ടപ്പെട്ട് മിച്ചം പിടിക്കുന്ന ഈ പൈസ കൊണ്ട് മാത്രം സാമ്പത്തികമായി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന്? ഇത് നമ്മളിൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണല്ലേ. സത്യം പറഞ്ഞാല് പണം സമ്പാദിക്കാനുള്ള ഒരേ ഒരു വഴി സേവിങ്സ് ആണെന്ന് വിചാരിക്കുന്നത് അതൊരു ട്രാപ്പാണ്, ഒരു കെണി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കെണി ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് അനുവിന്റെ കഥ കേൾക്കാം. കാസർഗോഡ് നിന്ന് വന്ന് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു സാധാരണ പെൺകുട്ടി. കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അനുവിന്റെ അവസ്ഥ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അനുവിന്റെ കയ്യിൽ കിട്ടുന്ന മാസശമ്പളം 30,000 രൂപയാണ്. പക്ഷേ ഈ പൈസ മുഴുവൻ അവൾക്ക് വേണ്ടിയല്ല. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വരുമാനമൊന്നുമില്ല. അപ്പോ അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് അനുവിന്റെ ഈ വരുമാനത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ടുതന്നെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചു കൂടുതലാണ്. അപ്പോ അനുവിന്റെ ഒരു മാസത്തെ ബഡ്ജറ്റ് നോക്കിയാൽ നമുക്ക് കാണാം, അതിലെ ഒരു 70% ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെലവുകൾക്കാണ് പോകുന്നത്. പിന്നെ ഒരു ചെറിയ ലോണിന്റെ അടവുണ്ട്, അതുകൂടാതെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കാര്യമായിട്ടൊന്നും ബാക്കിയുണ്ടാവില്ല. അവളുടെ പ്രധാന ചെലവുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാകും. എറണാകുളം പോലൊരു സിറ്റിയിലെ ഷെയർ ചെയ്ത് താമസിക്കുന്ന റൂമിന്റെ വാടക, വീട്ടിലേക്ക് അയക്കുന്ന പണം, പിന്നെ ഭക്ഷണം, യാത്ര, ഫോൺ ബിൽ, ഇതെല്ലാം കൂടെ തന്നെ 21,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ലോണിന്റെ 2,000 രൂപ EMI കൂടെ അടച്ചാൽ ഒരു മാസം മുഴുവൻ ജീവിക്കാൻ അനുവിന്റെ കയ്യിൽ ബാക്കി വരുന്നത് എത്രയാണെന്നോ? വെറും 5,000 രൂപ. ആലോചിച്ചു നോക്കൂ. അപ്പോൾ കയ്യിലുള്ള ഈ ചെറിയ തുക കൊണ്ട് അനു എന്തു ചെയ്യും? അവൾ ശരിക്കും എല്ലാവരും പറയുന്ന ആ ശരിയായ കാര്യം തന്നെയാണ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അനു കയ്യിൽ മിച്ചം വരുന്നതിൽ നിന്ന് 3,000 രൂപ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP. കേൾക്കുമ്പോൾ നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടിൽ അമ്മയ്ക്കൊരു വയ്യാളിക വന്നാലോ എന്തു ചെയ്യും? അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി പോയാലോ? അങ്ങനൊരു അടിയന്തര സാഹചര്യം വന്നാൽ അനു എന്തു ചെയ്യും? ഇവിടത്തെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. കയ്യിൽ ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലാതെ, അതായത് ഒരു സുരക്ഷയുമില്ലാതെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചാടുന്നത് അടിത്തറയില്ലാതെ ഒരു വീട് പണിയുന്നത് പോലെയാണ്. എപ്പോ വേണമെങ്കിലും അത് തകർന്ന് താഴെ വീഴാം. അപ്പോ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മുടെ പണം വളർത്താൻ ശ്രമിക്കുന്നതിനു മുൻപ് നമ്മളെ തന്നെ സാമ്പത്തികമായി സംരക്ഷിക്കണം. ആ അടിത്തറ ആദ്യം ഉറപ്പിക്കണം. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രധാനമായിട്ടും 3 തൂണുകളുണ്ട്. 1 ഹെൽത്ത് ഇൻഷുറൻസ്, 2 ലൈഫ് ഇൻഷുറൻസ്, പിന്നെ മൂന്നാമത്തേത് ഒരു എമർജൻസി ഫണ്ട്. ഈ 3ഉം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അനുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു എമർജൻസി ഫണ്ടാണ്. അപ്പോ ഈ സാമ്പത്തിക അടിത്തറ നമുക്കെങ്ങനെ പണിയാം? അതിന് വളരെ സിമ്പിളായിട്ടുള്ള, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 3 സ്റ്റെപ്പ് പ്ലാനുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ്, പേടിക്കേണ്ട, താൽക്കാലികമായിട്ട് മാത്രം ഇപ്പോൾ ചെയ്യുന്ന SIPകളൊന്ന് നിർത്തുക. എന്നിട്ട് നമ്മുടെ മുഴുവൻ ഫോക്കസും ഒരൊറ്റ കാര്യത്തിലേക്ക് കൊടുക്കുക, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക്. അപ്പോ എന്താണ് ഈ എമർജൻസി ഫണ്ട്? സിമ്പിളായി പറഞ്ഞാൽ, ജീവിതത്തിൽ പെട്ടെന്നൊരാവശ്യം വന്നാൽ ഓടി നടക്കാതെ കയ്യിലെടുക്കാൻ പറ്റുന്ന പണം. നിങ്ങളുടെ കുറഞ്ഞത് 3 മാസത്തെ അത്യാവശ്യ ചെലവുകൾക്ക് വേണ്ട തുകയാണിത്. ഇത് എളുപ്പത്തിൽ പിൻവലിക്കാൻ പറ്റുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിലോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോ അനുവിന്റെ കാര്യമെടുത്താൽ, അവളുടെ ഏറ്റവും അത്യാവശ്യമുള്ള ചിലവുകൾ ഏകദേശം 12,000 രൂപയാണെന്ന് വെച്ചാൽ അതിന്റെ 3 ഇരട്ടി, അതായത് 36,000 രൂപയാണ് ടാർഗറ്റ്. ആ മാസം തോറും SIPയിലേക്ക് പോകുന്ന 3,000 രൂപ ഇങ്ങോട്ട് മാറ്റിയാൽ കൃത്യം 1 വർഷം കൊണ്ട് ഈ പൈസ സേവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സേഫ്റ്റി നെറ്റ് റെഡിയായി കഴിഞ്ഞാല് അവിടെയാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. നമ്മുടെ ചിന്തയെ തന്നൊന്ന് മാറ്റിമറിക്കേണ്ട സമയമാണിത്. ചെലവ് കുറയ്ക്കുന്നതിൽ നിന്ന് വരുമാനം കൂട്ടുന്നതിലേക്ക് നമ്മുടെ ഫോക്കസ് മാറ്റണം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ചിലവ് കുറയ്ക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അല്ലേ? ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ വരുമാനം കൂട്ടുന്നതിനോ? അതിന് ഒരു ലിമിറ്റുമില്ല. സ്കൈ ഇസ് ദ ലിമിറ്റ്. അനുവിന് ഈ കാര്യം കറക്റ്റായിട്ട് മനസ്സിലായി. അവൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കഴിവിനെ ഒരു വരുമാനമാർഗമാക്കാൻ അവൾ തീരുമാനിച്ചു.
അങ്ങനെ അവൾ വീക്കെൻഡുകളിൽ ചെറിയ രീതിയിലൊരു ടിഫിൻ സർവീസ് തുടങ്ങി. അതിൽ നിന്ന് മാത്രം അവൾക്ക് മാസം 6400 രൂപയോളം കിട്ടാൻ തുടങ്ങി. അതായത് അവളുടെ ശമ്പളത്തിന്റെ 20% കൂടുതൽ അധിക വരുമാനം. അവള് കുറച്ച് സിമ്പിൾ റൂൾസ് ഫോളോ ചെയ്തു. ഒന്ന്, ആദ്യം പൈസയല്ല സമയം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഐഡിയ വർക്ക് ആകുമോ എന്ന് നോക്കുക. 2, ചെയ്യുന്ന ജോലിക്ക് മെയിൻ ജോലിയേക്കാൾ മണിക്കൂറിന് കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. പിന്നെ കിട്ടുന്ന അധിക വരുമാനത്തിന്റെ പകുതി നിക്ഷേപിക്കുക, ബാക്കി പകുതി ഒരു കുറ്റബോധവുമില്ലാതെ നമുക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. സേവിങ്സ് നല്ലതാണ്, അത് തീർച്ചയായും വേണം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരണമെങ്കിൽ വരുമാനം കൂട്ടാനുള്ള വഴികൾ നിങ്ങൾ തന്നെ ആക്റ്റീവായി കണ്ടെത്തണം. അപ്പൊ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏത് കഴിവാണ് നിങ്ങൾക്കിനി പണം സമ്പാദിക്കാൻ സഹായിക്കാൻ പോകുന്നത്? അത് ചിലപ്പോൾ എഴുത്തായിരിക്കാം, ഡിസൈനിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ആൾക്കാരെ പഠിപ്പിക്കുന്നതായിരിക്കാം. അത് ചെറുതാണോ വലുതാണോ എന്നൊന്നും നോക്കണ്ട. ആ ഒരു ചെറിയ സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.